നമുക്ക് കാണാൻ പറ്റുന്നതിനെക്കാട്ടിൽ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളത് കാണാൻ പറ്റാത്തതാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം തന്നെ എടുക്കാം. നമ്മൾ കാണുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമുള്ളതാണെന്ന് പലതും നമ്മൾ ഡീപ്പായിട്ട് വാച്ച് ചെയ്യുമ്പോഴാണ് മനസ്സിലാവും. നമ്മുടെ കണ്ണുകൾ നമ്മളെ കബളിപ്പിക്കുന്നുണ്ടെങ്കിലോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? നമ്മൾ മനസ്സിലാക്കുന്നതല്ല, ആരാധിക്കുന്നത് എപ്പോഴും ദൃശ്യമായതിനെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ്, അതുപോലെ നമ്മളുടെ പദവി, സോഷ്യൽ മീഡിയയിലെ നമ്മുടെ ലൈക്കുകൾ, ഇങ്ങനെ. പക്ഷെ സത്യം അത് മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇതൊരു താൽക്കാലിക തിളക്കം മാത്രമാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു എയർ കണ്ടീഷണറിന്റെ ശക്തി ദൃശ്യമായ അതിന്റെ പുറംചട്ടയിലാണോ? ഒരിക്കലുമല്ല. തണുപ്പിക്കാനുള്ള അതിന്റെ കഴിവാണ് യഥാർത്ഥത്തിൽ അതിന്റെ ശക്തി എന്ന് പറയുന്നത്. അത് ഇൻവിസിബിൾ ആണ്. അതുപോലെ നമ്മളൊരു സ്വിച്ച് ഇടുന്ന സമയത്ത് ഒരു ഫാൻ നമുക്ക് കുളിർമയുള്ള കാറ്റ് തരുന്നു. അതിനെ പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുതിയെ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്ന് വെച്ച് അതില്ലെന്നുള്ളതാണോ? അങ്ങനെയല്ല. ഇതിന്റെയൊക്കെ സത്യം ഒന്നേ ഉള്ളൂ. ദൃശ്യത്തേക്കാൾ 1000 മടങ്ങ് ശക്തിയുണ്ട് അദൃശ്യമായതിനെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിസിബിളായി അറിയാൻ പറ്റുകയുള്ളൂ. ആ കഴിവ് മാത്രമേ മനുഷ്യനുള്ളൂ. അദൃശ്യമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. നമുക്കറിയാൻ കഴിയാത്ത, നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ ഈ പ്രകൃതിയിലുണ്ട്. അവയൊന്നും മനുഷ്യന്റെ പരിമിതമായ നിലവാരത്തിൽ നിന്ന് ഒരിക്കലും അറിയാൻ കഴിയുന്നതല്ല. നമ്മുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന എന്തെങ്കിലും ചിന്തകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല. കാണാൻ കഴിയുന്ന എന്തെങ്കിലും ചിന്തകൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അതും ഇല്ല എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ശ്വസിക്കുന്ന ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ശക്തികൾ അദൃശ്യമായിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ ശ്വാസത്തിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഒരു നിമിഷം അത് നിലച്ചാലത്തെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ കൊറോണ വൈറസ്, ഒരു വൈറസ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ചെറുത്, പക്ഷെ ഒരു നിമിഷം കൊണ്ട് ലോകത്തെ നിശ്ചലമാക്കാൻ അതിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ശക്തി അതിന്റെ അദൃശ്യതയിലാണ്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാം. ഒരു മഹത്തായ വിജയത്തിന് പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? വിജയം നേടാനായി നമ്മൾ ആരും കാണാതെ ഉറക്കമൊഴിഞ്ഞ് നേടിയ പരിശീലനത്തിന്റെ മണിക്കൂറുകളുണ്ട്. ഒരിക്കലും അത് കാണാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷേ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ അത് ലോകത്തിന് വിസിബിൾ ആയി മാറുന്നുണ്ട്. ഈ ലോകത്ത് നമ്മൾക്ക് ഏറ്റവും അധികം മൂല്യമുള്ളത് പണത്തിലോ നമ്മുടെ ബാങ്ക് ബാലൻസിലോ ഒന്നുമല്ല. അതെല്ലാം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് ബാഹ്യമായ തിളക്കത്തിനായി സമയം ഒരിക്കലും കളയരുത്. നമ്മളെ കൃത്യമായി നമ്മുടെ ഫൗണ്ടേഷനിൽ, നമ്മുടെ അടിത്തറയിൽ ശ്രദ്ധിക്കുക. ലോകത്ത് വിജയിച്ചവരെല്ലാം ശക്തമായ അടിത്തറയിൽ കൂടി കയറി വന്നവർ തന്നെയാണ്. നമ്മൾ ആരാണെന്ന് മറ്റുള്ളവർ കാണുന്നില്ലെങ്കിലും നമ്മൾ സ്വയം അറിയുന്ന നമ്മുടെ കഴിവിലും നമ്മുടെ സ്ഥിരതയിലും നമ്മുടെ വ്യക്തിത്വത്തിലും സ്ഥിരമായി നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ ശക്തമായ അദൃശ്യമായ അടിത്തറയുള്ളവർക്ക് മാത്രമേ ദൃശ്യമാകുന്ന രീതിയിൽ ലോകത്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും കാഴ്ചയുടെ പുറകിലെ യഥാർത്ഥ ശക്തിയായി നമ്മൾ മാറിയേ മതിയാവും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.